ഹായ് ഫ്രണ്ട്സ്, എ ടു സെഡ് ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ബിരിയാണിയിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു സുറുബിയാൻ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു യെമിനി റൈസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 4 സവാള, വലിയ സവാള ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. നല്ലോണം കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്കൊരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിതെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാൽ അതിൽ നിന്നൊരു ഭാഗം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ബിരിയാണീൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നൊരു ഭാഗം മാറ്റി വെച്ചാൽ മതി. ഇവിടെ ഞാൻ 1 കിലോ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മന്തിക്കല്ല് എടുക്കുന്ന പോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോകും. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് ബിരിയാണി മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 കപ്പ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 3-4 പച്ചമുളക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ ബിരിയാണിയിൽ അറബിക് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിൽ എരിവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫ്ലേവർ വേണമെങ്കിൽ ഒരു 3-4 പച്ചമുളക് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതൊരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ലോങ് റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡ്രൈ ലെമണും 2 കഷ്ണം പട്ടയും 5 ഏലക്കായ 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഈ ലെമണിൽ ഓൾസാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഈ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഈ മുസമ്പിൻ്റെ ഒക്കെ തൊലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കയ്യിൽ അതുണ്ടെങ്കിൽ എന്തായാലും അത് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അരി 1 മണിക്കൂറിന് കുതിർന്നതിന് ശേഷം അരിപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം. ഫുള്ളായിട്ട് വേവാൻ പാടില്ല. ഒരു 60% ആയാൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ഒരു 60% ആയിട്ടുണ്ട്. നല്ലോണം ഉടനിട്ടൊന്നുമില്ല, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പിലേക്ക് മാറ്റാം. ഇവിടെ നമുക്ക് വേറൊരു പാന് ചൂടാക്കാൻ വെക്കാം. അതിൽ 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂണ് ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ ഇല്ലെങ്കിൽ ഇതുപോലെ 3 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ മേലെ ഫ്രൈഡ് ഓണിയൻ്റെ ഒന്നിച്ച് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കണം.
അതിന് മുമ്പായിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഒരു 2 പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. നിങ്ങളെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിലുള്ള ഓപ്ഷനാണ് ഗീ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ പൊട്ടാറ്റോയും ചിക്കനും നമുക്ക് ഇതുപോലെ വെച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 3-4 പച്ചമുളക് സാധാരണ ചതച്ചിടുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ല വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ലെമണും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലെമൺ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ കുക്കാവണ്ട, ഒരു ഹാഫ് കുക്കായാൽ മതി. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ച ഈ റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഹാഫ് റൈസ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ മാറ്റി വെച്ച ഈ ഫ്രൈഡ് ഓണിയനും ആ നട്ട്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് വീണ്ടും ഫ്രൈഡ് ഓണിയനും നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ മുസമ്പിയുടെ തൊലി ചെത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ മേലെയും നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. ചോറ് വേവിക്കുന്ന സമയത്ത് എനിക്ക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇത് നമുക്ക് ഫോയിൽ വെച്ച് നല്ലപോലെ കവർ ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടിയിൽ പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ഒരു പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു മൂടിയാൻ വേണ്ടി നമുക്ക് വെച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മുസമ്പിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റാം. നമുക്കപ്പോൾ ഇത് കുറച്ച് വലിയ ചെമ്പാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റൈസ് കുറച്ച് ഇതിൽ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ മേലുന്ന റൈസ് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അടിയിലൊക്കെ നല്ല മസാലയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച ആ റൈസിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈസിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.